പ്രശ്നമില്ല സാറേ. സർ, ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട് സാർ. സർ. ശരി സാർ, ഏർപ്പാടാക്കാം. ഓക്കെ സാർ. സാറ് പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. സർ, ഒന്ന് അവിടെ ഇരിക്കേ. സാറ് പറഞ്ഞോളൂ. ആ, ഓക്കെ സാർ. ആ, ഓക്കെ സാർ. ഓക്കെ സ്വാമി. സാർ, എന്താ കേസ്? ഇപ്പോൾ വന്നേ ഉള്ളൂ സാർ. അറിയില്ല സാർ. എന്താ സാർ, ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിനെ കാണുന്നില്ല. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു നോക്കി, ഒരു വിവരവും ഇല്ല സർ. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. പ്ലീസ് സർ, ഹെൽപ്പ് മീ സർ. നിന്നെ വിട്ടുപോയെന്നോ? നിന്നെ പോലൊരു എന്താടാ അവിടെ? താനകത്തേക്ക് വാ. പറയൂ, എന്താ കാര്യം? 2 ദിവസമായിട്ട് എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല സർ. എവിടെ പോയതാന്നേ അറിയില്ല. ഫോട്ടോ ഉണ്ട് സർ. പേരെന്താ? രമ്യ സർ. ഹസ്ബൻഡിന്റെ പേര്? കാർത്തിക് സർ. എന്താ ഉണ്ടായത്? എവിടെ പറഞ്ഞേ? കാണിച്ചേ. ഭാഗ്യം, വലിയ മുറിവൊന്നുമില്ല. എന്റെ ഓഫീസ് തന്നെയാണല്ലോ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഹലോ, ഇയാളുടെ പേര് കാർത്തിക് എന്നല്ലേ? ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ആണോ? ഇയാളുടെ പേരെന്താ? രമ്യ. സോറി, ഞാൻ ശ്രദ്ധിച്ചു കാണില്ല. അത് മാത്രമല്ല, പെൺകുട്ടികളോട് സംസാരിച്ച ഫ്രണ്ട്സ് എല്ലാം ഭയങ്കരമായിട്ട് കളിയാക്കും. കുഴപ്പമില്ലെന്നേ, ഇപ്പതേ നമ്മൾ പരിചയപ്പെട്ടില്ലേ? അല്ല, ഓഫീസിൽ പോകാൻ സമയമല്ലേ? എന്നാ പുറപ്പെട്ടാലോ? ഓ യാ, നമുക്ക് പോവാം. താങ്ക്സ് കാർത്തിക്. താങ്ക്സ് ഫോർ ദ ഹെൽപ്പ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എന്തിനാ ഫോർമാലിറ്റീസ്? ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, ബൈ. ബൈ. ഹായ്. ഇതെന്ത് പറ്റിയതാടി? ചെറിയൊരു ആക്സിഡന്റ്. കാർത്തിക വന്ന് ഹെൽപ്പ് ചെയ്തത്. ഹീസ് എ നൈസ് ഗൈ, യു നോ. വെരി നൈസ് ഗൈ. കാർത്തിക് എങ്ങാനും അവിടെ ഇല്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു അവിടെ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി, എന്നാൽ എന്നെ രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. അയ്യോ, അതെന്താടി? ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. എന്നെ കൊണ്ട് തോറ്റ്. എടി, കാർത്തിക് അക്സെപ്റ്റ് ചെയ്തു. എന്തോന്ന് ആക്സെപ്റ്റ് ചെയ്തു? ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആടി. ഓഹോ, 3 മാസം മുമ്പ് ഞാൻ കൊടുത്ത റിക്വസ്റ്റ് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിന്റെ എങ്ങനെയാടി അക്സെപ്റ്റ് ചെയ്തേ? ആ ദേഷ്യത്തിലാണ് നീ പറഞ്ഞത്. സൂക്ഷിക്കണേടി, ചിലപ്പോ ഫേക്ക് ഐഡി ആയിരിക്കും. ഇതില് കോമഡി എന്താന്ന് വെച്ചാൽ, ഫേക്ക് ഐഡികൾക്ക് പോലും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, കണ്ടു തന്നെ. കുമാരേട്ടാ, ചില്ലറയില്ലല്ലോ മോളെ, നമ്മുടെ ഏരിയ തന്നെയല്ലേ, പിന്നെ വന്ന് മേടിച്ചോളാം. ഓക്കെ, ശരി ഏട്ടാ. ശരി മോളെ.
ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചതും ഇയാളത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. കൺഗ്രാറ്റുലേഷൻ കാർത്തിക്. എന്തിനാ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത്? ഓഫീസിൽ ബെസ്റ്റ് എംപ്ലോയ്മെന്റ് അവാർഡ് വാങ്ങിയതിന്. ഓ, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. US പോയി വർക്ക് ചെയ്യണം, അതാണ് ആഗ്രഹം. യാ. എന്താമേ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ. ആരാടാ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെണ്ണ് തന്നെ അമ്മേ. എന്നാലേ അമ്മ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നുമില്ല. അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? എന്റെ അമ്മേ, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോ വിളിക്കാം. ബൈ. ശരി മോനെ. അമ്മയുടെ അടുത്ത് എല്ലാം പറയാറുണ്ടോ? അച്ഛനില്ലാത്തോണ്ട്. ഓ സോറി. അതല്ല ഇവിടെ ഈയുടെ വീട്ടുകാര്യങ്ങളൊന്ന് പറഞ്ഞ് കേക്കട്ടെ. അതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? അതെ, ഞാൻ എപ്പോഴാ കല്യാണം കഴിക്കുന്നത്? എന്നെ കെട്ടിച്ച് വീട്ടിൽ നിന്ന് വിടാൻ റെഡി ആയിട്ടിരിക്കുക. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇക്കാലത്തുള്ള പെൺകുട്ടികൾക്കെല്ലാം ലക്ഷ്യങ്ങൾ ഒരുപാടാണ്. അച്ഛനും അമ്മയൊക്കെ അവരുടെ ആഗ്രഹം മനസ്സിലാക്കുക വേണ്ടത്. കുഴപ്പമില്ലല്ലോ, ആള് നല്ല മെച്ചുവേർഡ് ആണല്ലോ. സമയമായല്ലോ, പോയാലോ നമുക്ക്? യാ, ഷുവർ. ഇറ്റ്സ് എ ഫസ്റ്റ് മീറ്റ്. നമുക്കൊരു സെൽഫി എടുത്താലോ? യാ, അതിനെന്ത് എടുക്കാലോ. ഓക്കെ. രമ്യ, എവരിബഡി ഈസ് കോളിംഗ് ഇൻ ദ കോൺഫറൻസ് റൂം. എന്തിനാ? What? ഹാപ്പി ബർത്ത്ഡേ രമ്യ ഫ്രം എ സ്പെഷ്യൽ വൺ. ഏയ്, ആരടാ സ്പെഷ്യൽ വൺ? സ്പെഷ്യൽ ഫ്രണ്ട്. ആരാ മോനെ ഇത് അയച്ചത്? അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ വരിക. എനിക്ക് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തന്നേക്കണേ. നമുക്കൊന്ന് ഫോട്ടോ എടുക്കാം. വാടാ പ്ലീസ്, വാടാ. നല്ല കേക്ക് കണ്ടിട്ട് കൊതിയാകത്തടാ. അല്ല, എന്താണോ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? അത് പിന്നെ നമ്മൾ 3 പേരും വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണല്ലോ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. എടാ, ബർത്ത്ഡേ ആഘോഷിന്റെ ആടാ. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്, നീ വിഷ് ചെയ്യ്, എന്നാലേ കേക്ക് കിട്ടൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അവൻ തന്നെ കേക്ക് വാങ്ങിയിട്ട് അവൻ തന്നെ വന്ന് വിഷ് ചെയ്യുന്ന കണ്ടില്ലേ? നടക്കട്ടെ നടക്കട്ടെ. ആ ബർത്ത്ഡേ ഫോട്ടോ ആണോ? കാണിക്കടി. ഏയ്, ഇങ്ങോട്ട് കാടി. ഏടി. ഓ, ഇത് കൊള്ളാലോടി. നോക്കടി. അപ്പൊ അതാണ് കാര്യം. ഇതുവരെ ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കൺഫേം ആയി. സെൽഫി എടുത്ത ലവേഴ്സ് ആണോ? വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓ, അപ്പൊ അവനാണല്ലേ നിന്നെ സ്പെഷ്യൽ വൺ. ഇപ്പോഴല്ലേ മനസ്സിലായേ? നടക്കട്ടെ. ആ വന്നല്ലോ നിന്റെ സ്പെഷ്യൽ വണ്ണിന്റെ കോള്. ഇനി അങ്ങോട്ട് നിനക്ക് എല്ലാം സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. ചുമ്മാ ഇരിക്കട്ടെ.